10 മിനിറ്റിൽ ആവിയിൽ വേവിച്ച ലഡു. ഈസി റെസിപ്പിയാണ് കേട്ടോ. പോന്തി ഉണ്ടാക്കിയിട്ടൊന്നും ഇനി കഷ്ടപ്പെടണ്ട. ഈ ലഡു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കടലമാവാണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾക്ക് എത്രയാണോ ലഡു ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂണ് ഉപ്പിടാം കേട്ടോ. ഇതാ കണ്ടില്ലേ, അത്രയും ഇട്ടിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലമാവ് പൊടിയും ഉപ്പൊക്കെ പാടെ ഒന്ന് നല്ലവണ്ണം യോജിച്ച് കിട്ടട്ടെ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം. നമ്മളൊരു ദോശമാവിന്, കട്ടിയുള്ള ദോശമാവിനൊക്കെ കലക്കില്ലേ, അതുപോലെ നമ്മൾക്ക് കലക്കിയെടുക്കാം കേട്ടോ. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം നമുക്ക് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടയൊന്നും ഇല്ലാതെ നല്ലവണ്ണം സ്മൂത്തായിട്ട് കലക്കിയെടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ വേണം. തീരെ കട്ട പാടില്ല. അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്ക്. ഇതുപോലെ നമ്മൾ ദോശമാവിനൊക്കെ എടുക്കുന്ന അതുപോലെ കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊരു ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് നമ്മളുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടിന്നിൻ്റെ പാത്രത്തിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏത് പാത്രമായാലും കുഴപ്പമില്ല. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്, ആവി കയറ്റിയെടുക്കാനുള്ളതാണ്. കണ്ടില്ലേ, നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ഒരു 100 ഗ്രാം വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. എനിക്കൊരു ഫങ്ഷനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം നല്ല തിളപ്പിച്ച് അതിൻ്റെ അടിയിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് ആവിയൊന്നും പോവാതെ നല്ലവണ്ണം മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10-20 മിനിറ്റ് ഞാൻ എൻ്റെ ഇത് വേവാൻ ടൈം എടുത്തിരിക്കുന്നു. കുറച്ചൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ, എത്രയും കട്ടിയില്ലാത്തതാണെങ്കിൽ കുറച്ച് മാവ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് കൊണ്ടായി കിട്ടും കേട്ടോ. നമ്മുടെ ഒന്ന് കുത്തി നോക്കാം നമുക്ക് ആയിട്ടുണ്ടോ എന്ന്. കണ്ടോ, ആയിട്ടില്ല കേട്ടോ. ഉള്ളു കണ്ടോ, കുറച്ച് ഇതിൻ്റെ മേലെ പിടിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് വെക്കാം. 10 മിനിറ്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളുടെ ഇത് കൊട്ടി കൊടുക്കാം. ഒരു തട്ടെടുത്തിട്ട് അതിലേക്ക് കൊട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളെ പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മളുടെ ലഡു ഉണ്ടാക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ പീസുകളായിട്ട്, ഇങ്ങനെ ചെറിയ ക്യൂബുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഇതുപോലെ കുഞ്ഞു ക്യൂബുകളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ, നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചിലും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അത് പ്രത്യേകം പറയുന്നത്, കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ലേശം കടലമാവ് ഉണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ലഡു എന്നതുകൊണ്ടാണ്. ഇനി നമ്മളുടെ ആ ബൂന്തി ഇതേപോലെ ഫുള്ളായി കട്ട് ചെയ്തെടുത്തത് കുറേശ്ശെ ആയിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. കണ്ടോ, അടിപൊളി ബൂന്തി പോലെയുള്ള പൊടിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾക്ക് നമ്മുടെ എല്ലാതും ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ഫൈനായിട്ട് നമ്മൾക്ക് ലഡു ഉണ്ടാക്കാനുള്ള പൊടി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഈസി റെസിപ്പിയാണ് ഇങ്ങനെ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ടേസ്റ്റ് ആണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 2-3-4 ടേബിൾ സ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളുടെ ലഡു ഉണ്ടാക്കാനുള്ള ബോന്തിപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കേട്ടോ. ആ കടലമാവിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഇളക്കി കൊടുക്കണം. പച്ചമണമൊന്നും അധികം ഉണ്ടാവില്ല നമ്മൾ ആവിയിൽ വേവിച്ചത് കാരണം കൊണ്ട്. എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അത് മാറ്റി വെക്കാം. ഇനി ഷുഗർ സിറപ്പാണ് നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത്. നമുക്ക് നമ്മളെ ലഡുവിന് ആവശ്യമുള്ളതിനനുസരിച്ചുള്ള സിറപ്പ് ഉണ്ടാക്കാം. അതിലേക്ക് പഞ്ചസാര ഇട്ട് വെള്ളം
1 കപ്പ് ഒഴിച്ചു. പിന്നെ ഏലക്കായയും കറാമ്പൂവും ഇടിച്ച് പൊടിച്ചതാണ്. അത് നല്ല ഫൈനായി പൊടിച്ചത് 1 സ്പൂണാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു നൂൽപ്പരുവം കണ്ടോ, നൂൽപ്പരുവമാവുന്നത് വരെ നമ്മളത് ആക്കിയെടുക്കുക. എന്നിട്ട് അത് നമ്മളുടെ ബൂന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈസിയായി പെട്ടെന്ന് നമുക്കൊരു ലഡു കഴിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മളുടെ അടിപൊളി സൂപ്പർ ലഡു ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബോളുകളായി ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ആ ഉരുട്ടിയെടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിട്ടുണ്ട്. എന്നാലും അത് വേറൊന്നുമില്ല, അതെടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, അതിന്മേൽ നമ്മൾ കാഷ്യൂനട്ടും അതേപോലെ കിസ്മിസും ഓരോന്നുമ്മലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള ഇൻഫോർമാറ്റീവായ അടിപൊളി ഈസി റെസിപ്പികൾക്കായി നമ്മളുടെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. എല്ലാവരും ഇതൊന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റിൽ അറിയിക്കണം എങ്ങനെയുണ്ട് എന്ന്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. വാൾ